ഞങ്ങൾ എടുത്തോട്ട് അയ്യോ പൊക്കിയൊക്കെ വരുന്നുണ്ട് റോസ്. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗേള്. മൂന്നാളും കൂടി നിന്ന് ഇത് മുബാറക്ക് പറയൂ. ഫോട്ടോ എന്തൊക്കെ ഉപ്പായി തരാം. ആ ഇസുനൊക്കെ കാണിച്ചിരുന്നു. ഞാൻ ഓണ സർപ്രൈസ് ആക്കാൻ ഇവിടെ മറിഞ്ഞേക്കുന്നു. ആ കുട്ടികളുടെ ഒരുമ നോക്കും. ഞങ്ങളുടെ വീട്ടിൽ വീണു ഗൈസ്, ഇനി ഒന്നും നടക്കില്ലെന്ന്. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോഴേ കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് അല്ലേ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലേ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് മടിയൊക്കെ മാറ്റി നമ്മളുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇക്കാടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു 3-4 ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾ തലേന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു നോമ്പ് തുറയൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ നിഷ, നിത, ഞാൻ, മിനി, ഉമ്മ, ഉപ്പ, ഷാജി, നവാസ്, പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. കുഞ്ചൂസ് ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളുടെ പെരുന്നാൾ അവിടെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാം. വീഡിയോ എടുക്കട്ടെ, നല്ല രസമുണ്ടടാ. എല്ലാരും 3 കൂടി നിന്ന് ഇത് മുബാറക്ക് പറയൂ. ബയ്യും ഈസുട്ടിനും പോയി, നമുക്ക് പോവാ. ഇപ്രാവശ്യം പള്ളിയിൽ പോകുമ്പോഴുള്ള വീഡിയോയും പള്ളിയിലത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്നറിയില്ല, നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് കാര്യമായിട്ട് അങ്ങോട്ട് നടന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ തവണ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു ക്ഷീണമോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇവിടെ തന്നെ ഇതാ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മച്ചിൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ പരിസരത്തൊന്നും കാണാത്തത്. അപ്പം ഉമ്മ നോക്കുന്ന പോലെ ചെടിയൊക്കെ നന്നായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിത. സത്യം പറഞ്ഞാൽ മൈലാഞ്ചി പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളിന്. തലേദിവസം ട്യൂബൊക്കെ ആയിട്ട് ഇരുന്നു, പക്ഷേ എന്തോ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ വല്ലാത്തൊരു ക്ഷീണം, പെട്ടെന്ന് നോമ്പ് നോൽക്കാതെ ഇടയ്ക്കൊരു നോമ്പ് നോറ്റതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും. അങ്ങനെയൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഉറക്കത്തിൻ്റെ ഒക്കെ അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് രാത്രി ഉറങ്ങാനൊക്കെ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് 7 മണിക്കായിരുന്നു പള്ളിയിൽ നിസ്കാരം. അപ്പോൾ വൈകി ഉറങ്ങി, രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ പള്ളിയിലൊക്കെ പോയി വന്ന് എന്താ പറയുക നല്ല ഉറക്കം വന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് മയങ്ങി കേട്ടോ. മയങ്ങി ഇപ്പോൾ 12 മണിക്ക് എണീറ്റിക്കാണ്. ഇനി ഫുഡൊക്കെ നമ്മൾ പിന്നെ പെരുന്നാളിന് ഇപ്പോൾ കുറേ ആയിട്ട് വാങ്ങിക്കലാണ് കേട്ടോ. ബിരിയാണിയൊക്കെ നമ്മൾ വാങ്ങിക്കും. ഇന്ന് ദിവസം പിന്നെ ഫോട്ടോ എടുക്കലും അങ്ങനെ ഫുൾ ഒരു തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് പ്രിപ്പറേഷനും കൂടി കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം രാവിലത്തെ ഫോട്ടോഷൂട്ട് കാര്യമായിട്ട് നമ്മൾ അറിവൊക്കെ ഉള്ളതുകൊണ്ട് ഷാജി വിപ്പിയൊക്കെ അപ്പോൾ നമ്മൾ സ്ഥിരം ആ ഒരു ഫോട്ടോഷൂട്ട് നടക്കൂല. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ലില്ലിക്കുട്ടിൻ്റെ ബർത്ത്ഡേ കൂടി ഉണ്ട് കേട്ടോ. ലില്ലിക്കുട്ടിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അതും കൂടി ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ആ വിഷയങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാവരുടെയും പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചോറ് കഴിച്ചിട്ട് ഒന്ന് ഓൺ ആവട്ടെ. ഇപ്പോൾ അങ്ങനെ ഓഫായിട്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അകത്ത് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ലില്ലിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബലൂൺസും കാര്യങ്ങളൊക്കെ നിഷ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ബലൂണൊക്കെ വീർപ്പിച്ചും ഫുള്ള് അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ. എന്താ അതിൻ്റെ ഇടയിൽ കൂടെ കളികൾ ബലൂൺ വീർപ്പിക്കുമ്പോഴാണ് ആ ബ്ലാങ്കറ്റ് മാറ്റിക്കാം. ലില്ലി അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ വന്നല്ലേ, ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. മീസോ റെഡി ആയിട്ടില്ല. ലില്ലി ഇങ്ങോട്ട് വരുമോ? ഓ, ഞങ്ങൾ ബർത്ത്ഡേ ബേബിനെ കാണാനില്ല. അതാ ബർത്ത്ഡേ ഗേളിന് ഞങ്ങൾ എടുത്തോട്ട് അയ്യോ പൊക്കിയൊക്കെ വരുന്നുണ്ട് റോസ്. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ. എന്താ പേര് പറഞ്ഞെടുത്ത്? ലില്ലിന് ശരിക്കുള്ള പേരെന്താ ഫുള്ള്? ലിന്റെ ഫുൾ നെയിം ലൈക്ക റൂഹി എന്നാണല്ലോ. റൂഹി ലൈക്ക എന്നല്ലോ, അല്ല ലൈക്ക റൂഹി. നമ്മൾ ലില്ലി ലില്ലി എന്ന് വിളിച്ചിട്ടേ റിയൽ നെയിം എന്ന് പറഞ്ഞ ഓർമ്മയില്ല അല്ലേ. അപ്പൊ ലില്ലിക്കുട്ടിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന് ലേറോസെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും വരും കേട്ടോ. അപ്പൊ ഒരുങ്ങിയിട്ടൊക്കെ മിസിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ബാഗിൽ ചൊറിഞ്ഞൊക്കെ ഇരിക്കുന്നു.
എല്ലാരും പെരുന്നാൾ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് വിത്ത് ബാഗ്. അത് അടുത്ത ആള് വരുന്നുണ്ട്. മുല്ല ഇവിടെ വന്നിട്ട് വന്നില്ലല്ലോ കേട്ടെ. അടിക്കല്ലേ ബർത്ത്ഡേ ആയിട്ട് കൊല കൊടുക്കുന്നു. അതാ Happy birthday, Kutti. Happy birthday to you. Nama Lily Kutti ka second birthday hai. Aapne ta ganta hai. Apni birthday, apni birthday. Shake it up. ആരുടെ ബർത്ത്ഡേ? നിന്റെ ബർത്ത്ഡേ? ലില്ലിക്കുട്ടിന്റെ ബർത്ത്ഡേ. നിനക്കൊരു വിഷമമാണോ? അത് മഴ പെയ്ത സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റില്ല ആണോ? വിഷമല്ലത് ഉറക്കാണ് അല്ലേ? ഓന്റെ ഫോട്ടോ വന്നെ കണ്ട് സന്തോഷിക്കാം. അതിലേക്ക് Happy birthday. ഞാനിങ്ങനെ കാല് വെള്ളത്തിലിട്ടടിക്കുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പ്ലാന് ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴാണ് സുലിത ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വരുന്നു എന്ന് ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രെക്സ് ലൈഫിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടെ സുലുവിൻ്റെ വീട്ടിലും ഒന്ന് പോവാം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യാം. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് പട്ടായം പോവാം. അങ്ങനെയൊക്കെയായി പ്ലാന്. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുട്ടികൾ കുറേ ദിവസം എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഭാവിയമ്മ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവല്ലേ എന്നൊക്കെ. അപ്പോൾ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല, സ്കൂൾ പൂട്ടിയിട്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റായിട്ട് അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സുലുവിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഞങ്ങൾക്കൊരു 9 o'clock കേട്ടോ സമയം കിട്ടിയത്. അന്ന് ക്രെക്സ് ലൈഫ് ഫുള്ളായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി. കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പിയായി. ഇപ്രാവശ്യം ഭയങ്കര ചൂടൊക്കെ കാരണം അവരെ കൊണ്ട് എവിടെയും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഇവിടെ പോയപ്പോൾ അത് എനിക്കൊരു സന്തോഷമായി കേട്ടോ. മാറി മാറി എടുക്കേ സ്കില്ലെടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഞങ്ങൾ അത് ഞാൻ മുല്ലൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാം കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ പൂളിലെത്തി. കുട്ടികളൊക്കെ പൂളിൽ ചാടിട്ടോ. ഞങ്ങളും വന്ന് പൂളിലൊക്കെ കുളിക്കട്ടെ. അതുകൂടി കഴിഞ്ഞ് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ്. പെരുന്നാളിൻ്റെ ലാസ്റ്റത്തത് ഇതാണ്. എന്താ മമ്മ മേടിച്ചു തരാം മുല്ല. പിന്നെ എന്തായാലും ഇന്ന് വന്നുകൊണ്ട് ഇന്നൂസിനെ കാണാൻ പറ്റിയിട്ടോ. കുറച്ചായിട്ടുണ്ടായിരുന്നു അവളെ കണ്ടിട്ട്. അവൾ നാളെ ആണെങ്കിൽ ഏർലി മോർണിംഗ് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും തലേദിവസം തന്നെ വന്നുകൊണ്ട് അവളുടെ കൂടെ ഒരു നൈറ്റ് നിൽക്കാറായി. വീട്ടിലുള്ള ചിക്കനൊന്നും ആവശ്യമുണ്ടാവില്ലല്ലേ?
ഒന്നിനെ കടിച്ചൊരു ജഗതി കടിച്ചു വിളിച്ചു കൊടുത്ത് ഞാൻ എവിടെയോ മുക്കിയിരുന്നല്ലോ അത്. സോസിലൊന്നും പണ്ടത്തെ പോലെ ടേസ്റ്റ് ഇല്ലെന്ന് എവിടെ വേറെ നോക്കാൻ ഒന്ന് ഇന്ന് കടിക്കോ? സോസ് വരകല മെയിന്. ഓക്കെ നിനക്കല്ലടാ വയ്യ വയ്യ പറഞ്ഞേ ചിക്കൻ കണ്ടുള്ള വയ്യ ഓന് പനി അത്ര എന്നാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. നിങ്ങളിപ്പോഴും ഈ വെളിയിലുണ്ടല്ലേ? ആ ടീമാ. ആ കുട്ടികളുടെ വരുമ്പോ നോക്കും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഒരു ഫോം വെച്ചെടുത്താണ് തീറ്റയും ഫോണും. അങ്ങനെ 12 o'clock ആയപ്പോൾ ഷാജി വന്നിട്ട് പിന്നെ അവരെയൊക്കെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏർലി മോർണിംഗ് ഇന്നൂസ് തിരിച്ച് കൊച്ചിയിൽ പോയി. ഞാനും സുലും ഇസും ഞങ്ങൾ ഓട്ടോയിലാണ് തിരിച്ച് പട്ടാമ്പിക്ക് വരുന്നത്. എല്ലാവരെയും കൊള്ളാത്തതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അസും സയാനും ബസ്സിലാണ് കേട്ടോ വന്ന്. മാത്രമല്ല അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിൽ വരുന്നത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാനും സുലും കൂടി ഇസുനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഓളെ സർപ്രൈസ് ആക്കാൻ ഇവിടെ മറിഞ്ഞേക്കരുത്. ഇസുനെ കണ്ടപ്പോഴേ അപ്പൊ ഞാൻ ഓളെ സർപ്രൈസ് ആക്കാണ്ടി പുറത്തുനിന്ന് ഞാൻ ഇല്ലെങ്കിൽ ഇന്നെ അറിയോ ആവോ ചോദിക്കും എന്നൊക്കെ. അപ്പൊ നോക്കുമ്പോ ഞാൻ വന്നോണ്ടാ ഇസു വന്നിക്കണെന്താ പറയണേ. ഞാൻ വിചാരിച്ചേ ഞാനവിടെ സർപ്രൈസ് സാധനങ്ങൾ ഞാൻ. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിലെത്തിയപ്പോൾ ജാസ്മിൻ കുട്ടിക്ക് ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്ന് ഷായത്തയും അളിയനും ഈ ആമിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ 2ാം പെരുന്നാൾ നമ്മുടെ പട്ടാമ്പി വീട്ടിലാണ്. പിന്നെ ഞാനിട്ട് ഈ ഒരു ഡ്രസ്സ് ബിനാസ് ഡിസൈൻസിൻ്റെ ആണ് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. ഞാനൊരു കല്യാണത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ നല്ല ജാസ്മിൻ്റെ അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ. ബീഫ് ബിരിയാണി ആണോ? ബീഫല്ലേ? ആ ഞങ്ങൾ രാവിലെ പുട്ടും ബീഫൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും സുലും ഞങ്ങളെ ടീം ഫുഡൊക്കെ കഴിച്ച്. വേണ്ട വച്ചാനോടല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞോളാം വച്ചനോട്. ഞങ്ങൾ യാമിക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ പോകും. ഫോട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റൈൽ ചെയ്യണം അല്ലേ? അതിന് കൂടെ ഒരാൾ വേണം. ആ ഓക്കെ ശരിയാക്കി തരട്ടെ. കുട്ടി കരഞ്ഞു. സാരമില്ല കേട്ടോ സാരമില്ല. അമ്മ കൊട്ടിക്കതാ അമ്മ അടിക്കാട്ടോ. ഇത് പിടിച്ചാ നോക്കിട്ട് ഇത് നോക്ക്. വന്നാ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകാൻ ബെൻസിലാണ് പോണേ. ബെൻസ് തലയിലിട്ട് വരാം. ഫോട്ടോഷൂട്ടിന് ഒരു നടിയുമായി പോവാ. ബെൻസിലാണ് പോണത്. മെയിൻ ആള് കിട്ടിയ എല്ലാരും ഉണ്ട്. ഓക്കെ നടക്ക്. ഉറപ്പായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചു. എടി നമുക്കൊരു ഫോട്ടോഷൂട്ട് നാളെ എടുക്കാം അല്ലേ? വീഡിയോ എടുക്കണ്ടേ? യാമി വട്ടത്തിൽ ഇറങ്ങിക്ക മാനുണ്ടായിരുന്നു അല്ലേ? നടി ഇടക്കിടക്ക് നടിയേ ഇടക്കിടക്ക് കലിപ്പാവും. അപ്പൊ ഞങ്ങളൊന്ന് റിലാക്സ് ആക്കാൻ കൊണ്ടുവരും. നല്ല ജാട തന്നെയാണ്. എനിക്ക് അപ്പോഴേ തോന്നിയത് ഇങ്ങനെയൊക്കെ ആയ മാറി. ആ വിമാനല്ലേ നോക്കിട്ടെ. വിമാനം ഉണ്ടോ നോക്കട്ടെ. നടി അല്ല ആയിക്കോട്ടെ. നടി ഒന്ന് വീണു ഗൈസ്. നടി ഒന്ന് വീണു. ഞാൻ വീഴ്ചയിൽ കണ്ടപ്പോ അയ്യോ ഇവിടെ അടിക്കാൻ എല്ലാ ട്രഡീഷണൽ വേസും പഠിച്ചു വെച്ചിട്ടുണ്ട്. നടി വീണു ഗൈസ്. ഇനി ഒന്നും നടക്കൂലെന്ന് അറിയല്ലേ. എന്താണ് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞാല് പിന്നെ ഓള് വരില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോ പണി പാടും. എന്താ ഒന്നാമത് ഉറക്കം വന്നിട്ടായിരിക്കും. എന്നാ ഞാൻ ഉറങ്ങാ യാമി.
ശിശക്രായിട്ട് ഉറക്കും. നന്നാവും. അപ്പൊ സൂര്യൻ തന്നെ കാത്തിരിക്കണ്ടോ? ഇതൊക്കെ താഴ്ത്തൊക്കെ കുട്ടിയുടെ ഓ എന്റെ കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടി. താങ്ക് യു പറഞ്ഞ. താങ്ക് യു. ഓക്കെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത് ചീഞ്ഞിരിക്കുന്നു. ഹാപ്പി ഹാപ്പി. ഓക്കെ ഇനി മഷുവിനെ വിളിക്ക്. മഷു വിളിക്ക്. മഷു അത് വാങ്ങിച്ചോ. ഓക്കെ കുറച്ച് വെള്ളം ഷെഫ് കൊടുക്കണോ? എന്തോ കൊടുക്കുന്നുണ്ടെന്ന് കൊടുത്താ പിച്ചിങ് കൊടുത്തിട്ടില്ലേ? പിച്ചിങ് കൊടുക്ക. അതൊക്കെ ഒന്ന് കിട്ടി. പിച്ചിങ് കൊടുത്താ അങ്ങനെ ആ ഒരു വെള്ളിയാഴ്ച വന്നിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ഈവനിങ് ആണ് എല്ലാവരും പോയത്. കാരണം സ്കൂൾ ഓപ്പണിംഗ് അല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും സൺഡേ പോയി. ആ 2 ദിവസം നല്ല അടിപൊളിയായിരുന്നു. മര്യാദക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈവൻ റീൽ എടുക്കണം പലതും പ്ലാൻ ചെയ്തു, ഒന്നും പറ്റിയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നജിത നല്ലൊരു മിസ്സിങ് തന്നെയായിരുന്നു കേട്ടോ. അവൾക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിരിഞ്ഞു. ഇപ്പോഴത്തെ സ്കൂളൊക്കെ തുറന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. ഒരുപാട് ദിവസത്തെ പെൻഡിങ് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുകൊണ്ടു. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.